എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. അധ്യാത്മരാമായണം മൂലഗ്രന്ഥത്തിൻ്റെ പാരായണം 40-ാം ദിവസമായ ഇന്ന് യുദ്ധകാന്ഡം 13-ാം സർഗമാണ് പാരായണം ചെയ്യുന്നത്. ദേവസ്തുതി, സീതാസ്വീകരണം, അയോധ്യാഗമനം ഇവയാണ് ഇതിലെ പ്രതിപാദ്യം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാ പദയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരൂഹ്യ കവിതാശാഖാ വന്ദേ വാൽമീകി കോകിലം. അഞ്ജനാനന്ദനം വീരം ജാനകീശോകനാശനം കവീശം അക്ഷരം താരം വന്ദേ ലങ്കാഭയങ്കരം. ശ്രീരാമചന്ദ്രചരണൗ മനസാ സ്മരാമി, ശ്രീരാമചന്ദ്രചരണൗ വചസാ ഗൃണാമി, ശ്രീരാമചന്ദ്രചരണൗ ശിരസാ നമാമി, ശ്രീരാമചന്ദ്രചരണൗ ശരണം പ്രപദ്യേ. രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ. യുദ്ധകാന്ഡം ത്രയോദശോധ്യായഃ. ദേവസ്തുതി, സീതാസ്വീകരണം, അയോധ്യാഗമനം. ശ്രീമഹാദേവ ഉവാച തദശക്രസഹസ്രാക്ഷോ യമശ്ച വരുണസ്തഥാ കുബേരശ്ച മഹാതേജ പിനാകീ വൃഷവാഹനാം ബ്രഹ്മാ ബ്രഹ്മവിദാം ശ്രേഷ്ഠോ മുനിഭിः സിദ്ധചാരണൈ ഋഷയഃ സാധ്യ ഗന്ധർവ അപ്സരസോരഗാ ഏതേ ച അന്യേ വിമാനാഗ്രൈർ ആജഗ്നുർയത്ര രാഘവ അബ്രുവൻ പരമാത്മാനം രാമം പ്രാജ്ഞലയശ്ചതേ. മഹാദേവൻ മഹാദേവിയോട് പറഞ്ഞു. അനന്തരം 1000 കണ്ണുള്ളവനായ ഇന്ദ്രൻ, യമൻ, അതുപോലെ വരുണൻ, അതിതേജസ്വിയായ കുബേരൻ, പിനാകം പേറിയ വൃഷവാഹനൻ ശിവൻ, മുനി സിദ്ധചാരണ സമേതരും ബ്രഹ്മജ്ഞ മുഖ്യനുമായ ബ്രഹ്മദേവൻ, പിതൃക്കൾ, മുനിമാർ, സാധ്യന്മാർ, ഗന്ധർവന്മാർ, അപ്സരസുകൾ, നാഗങ്ങൾ ഇവരെല്ലാം ഉത്തമ വിമാനങ്ങളിലേറി രാഘവൻ ഇരുന്നിടത്തേക്ക് വന്നു. കൂപ്പുകൈകളോടെ അവർ ശ്രീരാമ പരമാത്മാവിനെ അറിയിച്ചു. കർത്താത്വം സർവലോകാനാം സാക്ഷി വിജ്ഞാന വിഗ്രഹ വസൂനാം അഷ്ടമോസിത്വം രുദ്രാണാം ശങ്കരോ ഭവാൻ ആദികർത്താസി ലോകാനാം ബ്രഹ്മാത്വം ചതുരാനന അശ്വിനൗ ഘ്രാണഭൂതൗ തോ ചക്ഷുഷി ചന്ദ്രഭാസ്കരൗ ലോകാനാം ആദിരന്തോസി നിത്യ ഏകസദോദിതഃ സദാശുദ്ധ സദാബുദ്ധ സദാ മുക്തോ അഗുണോ അദ്വയഃ. നീ സകല ഭുവനങ്ങളുടെയും സൃഷ്ടാവും സാക്ഷിയും വിജ്ഞാനമൂർത്തിയുമാണ്. നീയാണ് വസുക്കളിൽ 8ാമനായ പാവകൻ. രുദ്രന്മാരിൽ ശങ്കരനാണ് നീ. ലോകങ്ങളുടെ ആദികർത്താവും നാൻമുഖനുമായ ബ്രഹ്മാവ് നീയാണ്. അശ്വിനീദേവന്മാർ നിന്റെ നാസാപുടങ്ങളും സോമസൂര്യന്മാർ മിഴികളുമാണ്. നീ ലോകങ്ങൾക്ക് ആദിയും അന്തവുമാണ്. നീ നിത്യനും ഏകനും നിജപ്രകാശനും നിതാന്തശുദ്ധനും നിത്യബുദ്ധനും നിത്യമുക്തനും ഗുണങ്ങൾക്ക് ഉറവിടവുമാകുന്നു. ത്വന്മായാ സംവൃതാനാം ത്വം ഭാസി മാനുഷവിഗ്രഹ ത്വന്നാമസ്മരതാം രാമ സദാ ഭാസിജിതാത്മക രാവണേന ഹൃതം സ്ഥാനം അസ്മാകം തേജസാ സഹ ത്വയാദ്യ നിഹതോ ദൃഷ്ട പുനഃപ്രാപ്തം പദം സ്വകം. നിന്റെ മായയിൽ മുഴുകിയവർക്ക് അല്ലയോ രാമ, നീ നരരൂപനായി വിളങ്ങുന്നു. നിന്റെ നാമം നനയ്ക്കുന്നവർക്കാകട്ടെ നീ എന്നും ചിൽസ്വരൂപനായാണ് വിലസുക. ഞങ്ങളുടെ തേജസ്സിനൊപ്പം
പദവിയും രാവണൻ അപഹരിച്ചിരുന്നു. ആ ദുഷ്ടൻ ഇന്ന് നിന്നാൽ ഹതനാവുകയാൽ സ്വപദവി ഞങ്ങൾക്ക് വീണ്ടും കൈവന്നു. ഏവം സ്തവൽസു ദേവേഷു ബ്രഹ്മാ സാക്ഷാത് പിതാമഹ അബ്രവീത് പ്രണതോ ഭൂത്വാ രാമം സത്യപദേ സ്ഥിതം. ദേവന്മാർ ഇപ്രകാരം സ്തുതിച്ചപ്പോൾ പിതാമഹനായ സാക്ഷാൽ ബ്രഹ്മാവ് പ്രണാമപൂർവം സത്യത്തിൻ്റെ മാർഗത്തിൽ നിലകൊള്ളുന്ന രാമനെ വാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. ബ്രഹ്മ ഉവാച വന്ദേ ദേവം വിഷ്ണുമശേഷസ്ഥിതിഹേതും ത്വമധ്യാത്മജ്ഞാനിഭിർ അന്തർഹൃദി ഭാവ്യം ഹേയാഹേയദ്വന്ദ്വവിഹീനം പരമേകം സത്താമാത്രം സർവഹൃദിസ്ഥം ദൃശീരൂപം പ്രാണാപാനൗ നിശ്ചയബുദ്ധ്യാ ഹൃദിരുദ്ധ്വാ ചിത്വാ സർവം സംശയബന്ധം വിഷയൗഖാൻ പശ്യന്തീശം യം ഗതമോഹാ യതയസ്ഥം വന്ദേ രാമം രത്നകിരീടം രവിഭാസം. സകലതിൻ്റെയും നിലനിൽപ്പിന് കാരണവും സർവവ്യാപിയും ആത്മവേദികളാൽ ഉള്ളിനുള്ളിൽ ഭാവന ചെയ്യേണ്ടുന്നവനും ത്യാജ്യം ഗ്രാഹ്യം രാഗം ദ്വേഷം എന്ന ദ്വന്ദ്മില്ലാത്തവനും പരമാത്മാവും ഏകനും ഉണ്മയായുള്ളവനും സർവരുടെയും ഹൃസ്ഥിതനുമായ അങ്ങയെ ഞാനിതാ വണങ്ങുന്നു. പ്രാണ അപാനന്മാരെ ദൃഢബുദ്ധിയോടെ ഹൃദയത്തിൽ രോധിച്ചും സകല സംശയക്കെട്ടും വിഷയജാലങ്ങളും അറുത്തു നീക്കിയും മോഹമുക്തി നേടിയ യതികൾ ആര് ദർശിക്കുന്നുവോ മണിക്കിരീടധാരിയും ദിനകരപ്രഭനും ഈശ്വനുമായ ആ രാമനെ ഞാൻ വന്ദിക്കുന്നു. മായാതീതം മാധവമാദ്യം ജഗദാദിം മാനാതീതം മോഹവിനാശം മുനിവന്ദ്യം യോഗിധ്യേയം യോഗവിധാനം പരിപൂർണം വന്ദേ രാമം രഞ്ജിതലോകം രമണീയം. മായാതീതനും ആദിതത്വവും മാനാതീതനും ഉലകത്തിൻ്റെ ഉറവിടവും യോഗികളുടെ ധ്യാന വിഷയവും യോഗത്തിൻ്റെ പരമാചാര്യനും പരിപൂർണനും മോഹമൊഴിപ്പവനും മുനിവന്ദ്യനും ലോകരഞ്ജകനും ചാരുരൂപനും രമാവതിയുമായ രാമനെ ഞാനിതാ വണങ്ങുന്നു. ഭാവാഭാവപ്രത്യഹീനം ഭവമുഖ്യേ യോഗാസക്തൈരർച്ചിതപാദാംബുജയുഗ്മം നിത്യം ശുദ്ധം ബുദ്ധമനന്തം പ്രണവാഖ്യം വന്ദേ രാമം വീരം അശേഷ അസുരതാവം. ഉണ്മ ഇല്ലായ്മ എന്നീ ധാരണകൾക്ക് അതീതനും യോഗനിരതരായ ശങ്കരാദികളാൽ സംപൂജിതമായ കാൽത്താരണയുള്ളവനും നിത്യശുദ്ധ ബുദ്ധനും അനന്തനും ഓം എന്ന നാമം ഉടയവനായിട്ടുള്ളവനും അസുരരെ അശേഷം ഭസ്മീകരിച്ചവനും ധീരനുമായ രാമനെ ഞാനിതാ നമസ്കരിക്കുന്നു. ത്വം മേ നാഥോ നാദിതകാര്യാഖിലകാരീ മാനാതീതോ മാധവരൂപോ അഖിലധാരി ഭക്ത്യാഗമ്യോ ഭാവിതരൂപോ ഭവഹാരി യോഗാഭ്യാസൈർഭാവിതചേത സഹചാരി. നീയാണ് എൻ്റെ നാഥൻ, പ്രാർത്ഥിത കാര്യങ്ങളെല്ലാം തന്നരുളുന്നവൻ, സീമയറ്റവനായ മാധവരൂപൻ, എല്ലാറ്റിനും ആധാരം, പ്രേമത്താൽ പ്രാപ്യൻ, ഭക്തിഭാവിതമായ രൂപമുള്ളവൻ, സംസാരക്ലേശമകറ്റുന്നവൻ, യോഗചര്യകളാൽ പാവനതയാർന്ന ചേതസ്വത്ത് സഞ്ചരിക്കുന്നവൻ. ത്വം ആദ്യന്തം ലോകതതീനാം പരമീശം ലോകാനാം നോ ലൗകികമാനൈർ അധിഗമ്യം ഭക്തിശ്രദ്ധാഭാവസമേതൈർഭജനീയം വന്ദേ രാമം സുന്ദരം ഇന്ദീവരനീലം. ലോകതതിക്ക് ആദിയും അന്തവും ആയോനും ഉലകങ്ങളുടെ പരമാധ്യക്ഷനും ലൗകിക പ്രമാണങ്ങളാൽ ആവാത്തവനും ഭക്തിയും ശ്രദ്ധാഭാവവുമുള്ളവർക്ക് ഭജനീയനും നീലത്താമരയുടെ നിറമാർന്നവനും സുന്ദരനുമായ
നിന്നെ രാമനെ ഞാനിതാ വന്ദിക്കുന്നു. കോവാജ്ഞാതും ത്വാം അതിമാനം ഗതമാനം മായാസക്തോ മാധവശക്തോ മുനിമാന്യം വൃന്ദാരണ്യേ വന്ദിത വൃന്ദാരക വൃന്ദം വന്ദേ രാമം ഭവമുഖവന്ദ്യം സുഖകന്ദം. അല്ലയോ മാധവ, അളവിനും തൂക്കത്തിനും അവിധേയനും മുനിമാർക്ക് മാന്യനുമായ നിന്നെ മായയിലാണ്ട ആർക്കാണ് അറിയുവാൻ സാധിക്കുക? കൃഷ്ണാവതാര കാലത്ത് വൃന്ദാവനത്തിൽ ശങ്കരാദികൾക്ക് ആരാധ്യനും ആനന്ദക്കാമ്പും രമണശീലനുമായ നിന്നെ ഞാൻ കുമ്പിടുന്നു. നാനാശാസ്ത്രൈ വേദഗതം വൈ പ്രതിപാദ്യം നിത്യാനന്ദം നിർവിഷയജ്ഞാനം അനാദിം മത്സേവാർത്ഥം മാനുഷഭാവം പ്രതിപന്നം വന്ദേ രാമം മരതകവർണം മധുരേശം. നിത്യമായ ആനന്ദവും വിഷയസ്പർശമേശാത്ത അറിവും നാനാവേദശാസ്ത്ര തതികൾക്ക് പ്രതിപാദ്യമായ അനാദിതത്വവുമാണെങ്കിലും എന്നെ അനുഗ്രഹിപ്പാൻ മാനുഷഭാവം പൂണ്ട മരതക നിറമുള്ളവനായ മധുരാനാഥനെ രാമനെ ഞാൻ നമിക്കുന്നു. ശ്രദ്ധായുക്തോയ പഠതീമം സ്തവമാദ്യം ബ്രാഹ്മം ബ്രഹ്മജ്ഞാനവിധാനം ഭുവി മർത്യഃ രാമം ശ്യാമം കാമിതകാമപ്രദമീശം ധ്യാത്വാ ധ്യാതാ പാദകജാലൈർ വിഗതസ്യാത്. ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്നതെല്ലാം നൽകുന്നവരും ശ്യാമനും ഈശനുമായ രാമനെ ധ്യാനിച്ചുകൊണ്ട് ബ്രഹ്മരചിതവും ബ്രഹ്മജ്ഞാനം ഉളവാക്കുന്നതും പ്രമുഖവുമായ ഈ സ്തോത്രം ധ്യാനിക്കുന്നവനും ശ്രദ്ധാസമേതനുമായ ഏതൊരാൾ ഈ ഭൂമിയിൽ പഠിക്കുന്നുവോ അവൻ പാപജാലത്തിൽ നിന്നും വിടുതൽ നേടും. ശ്രുത്വാ സ്തുതിം ലോകഗുരോർവിഭാവസു സ്വാംഗേ സമാദായ വിദേഹപുത്രികാം വിഭ്രാജമാനാം വിമലാരുണദ്യുതിം രക്താംബരാം ദിവ്യവിഭൂഷണാന്വിതാം പ്രൗവാച സാക്ഷി ജഗതാം രഘൂത്തമം പ്രപന്ന സർവാർത്തിഹരം ഹുദാശന ഗൃഹാണദേവീം രഘുനാഥജാനകീം പുരാ ത്വയാ മയ്യവരോപിതാം വനേ. ലോകഗുരുവായ ബ്രഹ്മാവിൻ്റെ സ്തുതി കേട്ടതിന് ശേഷം ജഗൽസാക്ഷിയും എല്ലാം അശിക്കുന്നവനുമായ അഗ്നി ചെഞ്ചേലചാർത്തിയും ദിവ്യ ആഭരണമണിഞ്ഞും വിമലമായ ശോണകാന്തി ചിന്തിയും സവിശേഷം വിളങ്ങുന്ന ജനകപുത്രിയെ തൻ്റെ മടിയിലേറ്റി വന്ന് ശരണാഗതരുടെ ശോകമെല്ലാം തീർക്കുന്ന രഘുവരനോട് ഇങ്ങനെ പറഞ്ഞു: അല്ലയോ രഘുനാഥ, നീ മുമ്പ് വനത്തിൽ വെച്ച് എന്നിലർപ്പിച്ച ജാനകീദേവിയെ കൈക്കൊണ്ടാലും വിധായ മായാജനകാത്മജാം ഹരേ ദശാനന പ്രാണവിനാശനായ ച ഹതോ ദശാസ്യ സഖപുത്രബാന്ധവൈ നിരാകൃതോനേന ഭരോ ഭുവപ്രഭോ. അല്ലയോ ഹരേ, ദശഗ്രീവന്റെ ജീവനാശം ലാക്കാക്കി മായാസീതയെ ചമച്ച നീ പുത്രബാന്ധവരടക്കം രാവണനെ വധിച്ചുവല്ലോ. അല്ലയോ പ്രഭോ, അതോടെ ലോകത്തിൻ്റെ ഭാരം ഒഴിവാകുകയും ചെയ്തു. തിരോഹിതാസാ പ്രതിബിംബരൂപിണി കൃതായഥാർത്ഥം കൃതകൃത്യതാം ഗതാ തതോ അതിഹൃഷ്ടാം പരിഗൃഹ്യ ജാനകീം രാമപ്രകൃഷ്ട പ്രതിപൂജ്യമാവകം. എന്തിനായി ചമയ്ക്കപ്പെട്ടുവോ അതിൽ ചരിതാർത്ഥതയാർന്ന ആ നിഴൽ രൂപി മായാസീത പോയി മറഞ്ഞു. അനന്തരം അഗ്നിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് തികച്ചും സന്തുഷ്ടയായ ജാനകിയെ കൈക്കൊണ്ട് രാമൻ പരമാനന്ദം അനുഭവിച്ചു. സ്വാംഗേ സമാവേശ്യ സദാനപായിനീം ശ്രിയം ത്രിലോകീ ജനനീം ശ്രിയപ്പതി ദൃഷ്ട്വാദ രാമം ജനകാത്മജായുധം ശ്രിയാ സ്ഫുരന്തം സുരനായകോ മുദാ ഭക്ത്യാ ഗിരാ ഗദ്ഗദയാ സമേത്യ കൃതാഞ്ജലി സ്തോതും അധോപചക്രമേ. ഒരിക്കലും പിരിയാത്ത മൂന്ന് ലോകത്തിനും മാതാവായ ശ്രീദേവിയെ ശ്രീപതി തൻ്റെ മടിയിലേറ്റി അനന്തരം കാന്തിയാൽ തിളങ്ങുന്നവനും സീതാസമേതനുമായ രാമനെ സാമോദം അരികിലണഞ്ഞ് ദർശിച്ച് കൈകൂപ്പിക്കൊണ്ട് ദേവേന്ദ്രൻ ഭക്തിപൂർവം ഗദ്ഗദ വാക്കുകളിൽ സ്തുതിക്കാൻ തുടങ്ങി.
ഇന്ദ്ര ഉവാച ഭജേഹം സദാ രാമമിന്ദീവരാഭം ഭവാരണ്യദാവാനലാഭാഭിധാനം ഭവാനീഹൃതാഭാവിതാനന്ദരൂപം ഭവാഭാവഹേതും ഭവാദിപ്രപന്നം. സംസാരവനത്തിന് ദാവാനതുല്യമായ നാമമുള്ളവനും ഉമാദേവിയുടെ മനതാരിൽ നനയ്ക്കും ആനന്ദരൂപത്തിനുടമയും ഭവപരിഹാരത്തിന് ഹേതുഭൂതനും ശങ്കരാദികൾക്ക് ആശ്രയമായവനും നീലത്താമരയുടെ കാന്തി പേറുന്നവനുമായ രാമനെ ഞാൻ എപ്പോഴും ഭജിക്കുന്നു. സുരാനീക ദുഃഖൗകനാശൈകഹേതും നരാകാരദേഹം നിരാകാരമീഢ്യം പരേശം പരാനന്ദരൂപം വരേണ്യം ഹരിം രാമമീശം ഭജേ ഭാരനാശം. സുരഗണങ്ങളുടെ ശോകതതി തീർക്കാൻ ഏകഹേതുവും നരന്റെ രൂപവും ഉടലും പേറിയവനും പക്ഷേ അരൂപിയും സ്തുതിക്ക് യോഗ്യനും പരമേശ്വരനും പരമാനന്ദ സ്വരൂപവും വരണീയനും ഭൂഭാരം പോക്കുന്നവനും ഹരിയും ഈശനും എല്ലാമായ രാമനെ ഞാൻ ഭജിക്കുന്നു. പ്രപന്നാഖിലാനന്ദദോഹം പ്രസന്നം പ്രപന്നാർത്തി നിശേഷനാശാഭിധാനം തപോ യോഗയോഗീശ ഭാവാഭിഭാവ്യം കവീശാദിമിത്രം ഭജേ രാമമിത്രം. ശരണാഗതർക്ക് അഖിലാനന്ദവുമേകുവാനും പ്രസന്നനും ആശ്രിതരുടെ ദുഃഖം അശേഷം ഒഴിവാക്കുന്ന അഭിധാനത്തോടു കൂടിയവനും തപോയോഗങ്ങളിലൂടെ യോഗീശ്വരന്മാർക്ക് ഭക്തിപൂർവം ധ്യാനിപ്പാൻ ഉതകുന്നവനും സുഗ്രീവാദി കവിവരരുടെ ഉറ്റ തോഴനുമായ ശ്രീരാമചന്ദ്രനെ ഞാൻ ഭജിക്കുന്നു. സദാ ഭോഗഭാജാം സുദൂരേ വിഭാന്തം സദാ യോഗഭാജാം അദൂരേ വിഭാന്തം ചിദാനന്ദകന്ദം സദാ രാഘവേശം വിദേഹാത്മജാനന്ദരൂപം പ്രപദ്യേ. ഭോഗ കൊതിയന്മാർക്ക് എന്നും വിദൂരവർത്തിയും യോഗനിഷ്ഠന്മാർക്ക് എപ്പോഴും അരികിൽ വിരാജിപ്പവനും ചിദാനന്ദത്തിന് മൂലവും വിദേഹജർക്ക് ആനന്ദത്തിനുടമയുമായ രാഘവേന്ദ്രനെ എന്നെന്നും ഞാൻ ആശ്രയിക്കുകയാണ്. മഹായോഗമായ വിശേഷാനുയുക്തോ വിഭാസീശലീലാ നരാകാരവൃത്തി ത്വദാനന്ദലീലാ കഥാപൂർണകർണ സദാനന്ദരൂപ ഭവന്തീകലോകേ. മഹത്തായ യോഗമായയുടെ വൈശിഷ്ട്യം പേറി ലീലയാൽ നരരൂപവും ചര്യയുമാർന്ന വിലസുന്നവനാണ് ഈശ്വരനായ നീ. നിന്റെ ആനന്ദലീലയുടെ കഥയാൽ കാതു നിറഞ്ഞവർ ഇഹലോകത്തിൽ സദാ ആനന്ദരൂപരായി വർദ്ധിച്ചു പോരുന്നു. അഹം മാനപാനാഭിമത്ത പ്രമത്തോ ന വേദാഖിലേശാഭിമാനാഭിമാന ഇദാനീം ഭവത്പാദപത്മപ്രസാദാത് ത്രിലോകാധിപത്യാഭിമാനോ വിനഷ്ട. വഴിതെറ്റിയ ഞാൻ അഭിമാനത്തിലും സോമപാനത്തിലും മതിമറന്ന് കഴിഞ്ഞു പോന്നു. അഖിലേശൻ എന്ന അഭിമാനഗർഭം കൊണ്ട് എനിക്ക് തത്വം അറിയാൻ ഇടയായില്ല. അവിടുത്തെ കാൽത്താരിൻ കനിവിനാൽ ത്രിലോകപതി എന്ന എൻ്റെ ഗർഭം ഇപ്പോൾ തകർന്നടിഞ്ഞിരിക്കുകയാണ്. സ്വരത്രജ്ഞകേയൂരഹാരാഭിരാമം ധരാഭാരഭൂതാസുരാനീഗതാവം ശരചന്ദ്രവക്ത്രം ലസത്പത്മനേത്രം ദുരാവാരവാരം ഭജേ രാഘവേശം. രത്നപ്രഭ ചിന്തുന്ന ഹാരകേയൂരങ്ങളാൽ അഴകാർന്നവനും ഭൂഭാരഭൂതനായ അസുരന്മാർക്ക് കാട്ടുതീയായവനും ശരചന്ദ്രമുഖനും താമരപ്പൂവിനൊത്ത മിഴിയുള്ളവനും ആദ്യന്തമറ്റവനുമായ രാഘവേശനെ ഞാൻ ഭജിക്കുന്നു. സുരാദീശ നീലാഭ്രനീലാംഗകാന്തിം വിരാതാതിരക്ഷോവതാല്ലോകശാന്തിം കിരീടാദിശോഭം പുരാരാതിലാഭം ഭജേ രാമചന്ദ്രം രഘൂണാം അധീശം. ഇന്ദ്രനീലക്കല്ലിനും നീലമുകിലിനുമൊത്ത അംഗകാന്തി എന്നവനും വിരാതാദി രാക്ഷസരെ വധിക്കിയാൽ ലോകത്തിന് ശാന്തി ഏകുവോനും കിരീടാദിയാൽ പ്രക്ഷോഭിക്കുന്നവനും പരമശിവന് പരമധനം ആയവനും രഘുക്കൾക്ക് അധീശനുമായ രാമചന്ദ്രനെ ഞാൻ ഭജിക്കുന്നു. ലസചന്ദ്രകോടി പ്രകാശാദിപീഠേ സമാസീനമംഗേ സമാധായ സീതാം സുരധേമവർണാം തടിത്പുഞ്ചഭാസാം ഭജേ രാമചന്ദ്രം നിവൃത്താർത്തിതന്ത്രം. തിളങ്ങുന്ന കനകത്തിൻ്റെ നിറവും
മിന്നൽപ്പിണരിൻ്റെ ദീപ്തിയുമുള്ള സീതയെ മടിയിലേറ്റി കോടി പൂർണ്ണചന്ദ്രന്മാരുടെ ഒളിവേറുന്ന പീഠത്തിൽ ഇരുന്നരളുന്നവനും ശോകാലസ്യങ്ങൾക്ക് അതീതനുമായ രാമചന്ദ്രനെ ഞാൻ ഭജിക്കുന്നു. തദപ്ര ഉവാച ഭഗവാൻ ഭവാന്യാസഹിതോ ഭവ രാമം കമലപത്രാക്ഷം വിമാനസ്ഥോ നഭസ്ഥലേ. അനന്തരം ഭവാനീ സമേതനായ ഭഗവാൻ പരമശിവൻ വിൺതലത്തിൽ വിമാനത്തിലിരുന്നു കൊണ്ട് കമലദല ലോചനങ്ങളുള്ള രാമനോട് അരുൾ ചെയ്തു: ആഗമിഷ്യാം അയോധ്യായാം ദ്രഷ്ടും ത്വാം രാജ്യസത്കൃതം ഇദാനീം പശ്യപിതരം അസ്യ ദേഹസ്യ രാഘവ തതോ പശ്യദ്വിമാനസ്ത്വം രാമോ ദശരഥം പുര നനാമ ശിരസാ പാദോ മുദാ ഭക്ത്യാ സഹാനുജ. അല്ലയോ രാഘവ, അങ്ങേ രാജ്യാഭിഷിക്തനായി കാണാൻ ഞാൻ അയോധ്യയിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഉടലിൽ പിതാവിനെ ദർശിച്ചാലും. വിമാനത്തിലിരുന്ന താതനായ ദശരഥനെ രാമൻ മുമ്പിൽ കണ്ടു. അനുജനോടൊത്ത് ആനന്ദത്തോടെ ഭക്തിയോടെ താതൻ്റെ കഴലിണ ശിരസാ വണങ്ങി. ആലിംഗ്യമൂർധ്യവക്രായ രാമം ദശരഥോ അബ്രവീത് താരിതോസ്മി ത്വയാ വത്സ സംസാര ദുഃഖസാഗരാത്. രാമനെ നെറുകയിൽ മുകർന്ന് പുണർന്ന് ദശരഥൻ പറഞ്ഞു: അല്ലയോ ഉണ്ണി, ശോകസാഗരമായ സംസാരത്തിൽ നിന്ന് നീ എന്നെ കരയേറ്റിയിരിക്കുകയാണ്. ഇത്യുക്ത്വാ പുനരാലിംഗ്യ യയൗ രാമേണ പൂജിത രാമോപി ദേവരാജം തം ദൃഷ്ട്വാ പ്രാഹ കൃതാഞ്ജലിം. ഇത്രയും പറഞ്ഞതിന് ശേഷം മകനെ വീണ്ടും പുണർന്ന് രാമനാൽ സംപൂജിതനായ ദശരഥൻ തിരിച്ച് പോകുകയും ചെയ്തു. രാമനാകട്ടെ കൈകൂപ്പി നിൽക്കുന്ന ആ ദേവരാജനെ നോക്കി ഇങ്ങനെ കൽപ്പിച്ചു: മത്കൃതേന കഥാൻ സംഖ്യേ വാനരാൻ പതിതാൻ ഭുവി ജീവയാശു സുധാവൃഷ്ട്യ സഹസ്രാക്ഷമമാജ്ഞയാ. അല്ലയോ ഇന്ദ്ര, എനിക്ക് വേണ്ടി യുദ്ധത്തിൽ കൊല്ലപ്പെട്ട് നിലം പറ്റിയ വാനരരെയെല്ലാം എൻ്റെ ആജ്ഞപ്രകാരം അമൃതവൃഷ്ടിയാൽ സത്വരം ജീവിപ്പിക്കൂ. തദേത്യമൃതവൃഷ്ട്യാ താൻ ജീവയാമാസ വാനരാൻ യേ യേ മൃതാമൃതേ പൂർവം തേ തേ സുപ്തോത്ഥിതായിവ പൂർവത് ബലിനോ ഹൃഷ്ടാ രാമപാർശ്വം ഉപായയൂ. അങ്ങനെയെന്ന് സമ്മതിച്ച് അമൃതവർഷത്താൽ ആ കവികളെയെല്ലാം ഇന്ദ്രൻ ജീവിപ്പിച്ചു. നേരത്തെ ആരെല്ലാം ദേഹത്തു നിന്ന് ഉയർവിട്ടുവോ അവരെല്ലാം ഉറങ്ങി ഉണർന്ന മാതിരി മുന്നെപ്പോലെ പ്രബലരും പ്രഹൃഷ്ടരുമായി രാമന്റെ അരികിലെത്തി. നോത്ഥിതാ രാക്ഷസാസ്തത്ര പീയൂഷസ്പർശനാത് അപി വിഭീഷണസ്തു സാഷ്ടാംഗം പ്രണുയത്യ അബ്രവീത് വജ. അമൃത വർഷിച്ചിട്ടും അവിടെ കിടന്ന രാക്ഷസർ ഉണർന്നില്ല. അപ്പോൾ വിഭീഷണൻ സാഷ്ടാംഗം വണങ്ങി രാമനോട് ഉണർത്തിച്ചു: ദേവമാം അനുഗൃഹണീഷ്വ മൈ ഭക്തിർയഥാ തവ മംഗലസ്നാനമദ്യത്വം കുരു സീതാസമണ്വിത അലങ്കൃത്യ സഹഭ്രാതാശോ ഗമിഷ്യാമഹേ വയം വിഭീഷണവച ശ്രുത്വാ പ്രത്യുവാച രഘൂത്തമ. അല്ലയോ ദേവ, എന്നിൽ അങ്ങേക്ക് കനിവുണ്ടെങ്കിൽ എന്നെ അനുഗ്രഹിക്കുമാറാകണം. അവിടുന്ന് ഇന്ന് സീതാസമേതം മംഗലസ്നാനം ചെയ്യണം. അലങ്കാരം ചാർത്തി അനുജനോടൊത്ത് നാളെ നമുക്ക് നാട്ടിലേക്ക് തിരിക്കുകയും ചെയ്യാം. വിഭീഷണ ഭാഷിതം കേട്ട് രഘുവരൻ പറഞ്ഞു: സുകുമാരോ അതിഭക്തോ മേ ഭരതോ മാം അവേക്ഷതേ ജഡാവൽക്കലധാരീസ ശബ്ദബ്രഹ്മസമാഹിതഃ കഥം തേന വിനാ സ്നാനമലങ്കാരാദികം മമ അത സുഗ്രീവമുഖ്യാം സ്ത്വം പൂജയാശു വിശേഷത പൂജിതേഷു കപീന്ദ്രേഷു പൂജിതോഹം ന സംശയഃ. മൃദുലഹൃദയനും അതിസ്നേഹിയുമായ എൻ്റെ അനുജൻ ഭരതൻ എന്നെ കാത്തിരിക്കുകയാണ്. ജടയും മരവുരിയുമണിഞ്ഞ അവൻ ബ്രഹ്മലീനനായി കഴിയുന്നു. അവനെ കൂടാതെ എനിക്ക് എങ്ങനെ നീരാട്ടും ചമയങ്ങളും? ആകയാൽ സുഗ്രീവാദികളെ നീ വേഗം സവിശേഷം പൂജിച്ചുകൊള്ളൂ. കവീന്ദ്രർ പൂജിതരാകുമ്പോൾ ഞാനും പൂജിതനായി, സന്ദേഹം വേണ്ട.
ഇത്യുക്തോ രാഘവേണാശു സ്വർണരത്നാംബരാണി ച വവർഷരാക്ഷസശ്രേഷ്ഠോ യഥാകാമം യഥാരുചി തതസ്താൻ പൂജിതാൻ ദൃഷ്ട്വാ രാമോ രത്നൈശ്ചയൂഥപാൻ അഭിനന്ദ്യ യഥാന്യായം വിസസർജ ഹരീശ്വരാൻ വിഭീഷണ സമാനീതം പുഷ്പകം സൂര്യവർച്ചസം ആരുരോഹ തതോ രാമ തദ്വിമാനമനുത്തമം അംഗേ നിധായ വൈദേഹിം ലജ്ജമാനം യശസ്വിനിം ലക്ഷ്മണേന സഹ ഭ്രാതാ വിക്രാന്തേന ധനുഷ്മത അബ്രവീച്ച വിമാനസ്ഥ ശ്രീരാമ സർവവാനരാൻ സുഗ്രീവം ഹരിരാജം ച അംഗദം ച വിഭീഷണം. രാഘവന്റെ വാക്കുകേട്ട് രാക്ഷസ ശ്രേഷ്ഠനായ വിഭീഷണൻ ഉടൻ സ്വർണം, രത്നം, വസ്ത്രം ഇവയെല്ലാം യഥാരുചി വേണ്ടുവോളം വിതരണം ചെയ്തു. ഗണപാലകരായ കപിവരരെ രത്നങ്ങളാൽ സമ്മാനിക്കുന്നത് കണ്ട് രാമൻ പിന്നെ അവരെ യഥാർഹം അഭിനന്ദിച്ച് യാത്രയാക്കി. അനന്തരം രാമൻ വിഭീഷണൻ കൊണ്ടുവന്നതും സൂര്യപ്രഭ തിരളുന്നതുമായ സർവോത്തമമായ ആ പുഷ്പക വിമാനത്തിൽ കയറിയിരുന്നു. ലജ്ജാശീലയും യശസ്വിനിയുമായ സീതയെ മടിയിലേറ്റി. ധനുർധരനും ധീരനുമായ സഹോദരനോടൊത്ത് വിമാനത്തിൽ ഇരുന്നരുളിയ ശ്രീരാമൻ സകല വാനരരോടും വാനരരാജാവായ സുഗ്രീവനോടും അംഗദൻ, വിഭീഷണൻ എന്നിവരോടും കൽപ്പിച്ചു. മിത്രകാര്യം കൃതം സർവം ഭവദ്ഭീ സഹവാനരൈ അനുജ്ഞാതാമയാ സർവേ യഥേഷ്ടം ഗന്തുമർഹത സുഗ്രീവ പ്രതിയാഹ്യാശു കിഷ്കിന്താം സർവസൈനികൈ സ്വരാജ്യേ വസലങ്കായാം മമ ഭക്തോ വിഭീഷണ നത്വാം ദർശയിതും ശക്താ സ ഇന്ദ്ര അഭിദിവൗകസ. വാനരന്മാരോടൊത്ത് ഭവാന്മാരാൽ മിത്രകാര്യമെല്ലാം നിറവേറ്റപ്പെട്ടിരിക്കുന്നു. സകലർക്കും ഞാൻ അനുമതി തരികയാണ്. യഥേഷ്ടം തിരിച്ചു പോകാം. അല്ലയോ സുഗ്രീവ, സകല സൈനികരുമൊത്ത് കിഷ്കിന്ധയിലേക്ക് നീ വേഗം മടങ്ങണം. അല്ലയോ വിഭീഷണ, എൻ്റെ ഭക്തനായ നീ സ്വരാജ്യമായ ലങ്കയിൽ വാഴുക. ഇന്ദ്രനോടൊത്ത ദേവന്മാർ പോലും നിന്നെ ധിക്കരിക്കാൻ ശക്തരാകില്ല. അയോധ്യാം ഗന്തുമിച്ഛാമി രാജധാനിം പിതൃമമ ഏവമുക്താസ്തു രാമേണ വാനരാസ്തേ മഹാബലാഹ ഊജു പ്രാജ്ഞലയ സർവേ രാക്ഷസച്ച വിഭീഷണ അയോധ്യാം ഗന്തുമിച്ഛാമ ത്വയാ സഹരഹൂത്തമ. ഇനി എൻ്റെ പിതൃരാജധാനിയായ അയോധ്യയ്ക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ. രാമൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ മഹാബലവാന്മാരായ വാനരരും രാക്ഷസപതിയായ വിഭീഷണനുമെല്ലാം തൊഴുകൈയോടെ രാമനോട് പറഞ്ഞു, അല്ലയോ രഘുവര, അങ്ങയോടൊത്ത് അയോധ്യയ്ക്ക് പോരാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. ദൃഷ്ട്വാ ത്വാം അഭിഷിക്തം തു കൗസല്യാം അഭിവാദ്യജ പശ്ചാത് വണീമഹേ രാജ്യം അനുജ്ഞാ ദേഹിന പ്രഭോ രാമസ്തദേതി സുഗ്രീവ വാനരൈ സവിഭീഷണ പുഷ്പകം സഹനുമാം ഛ ശീക്രമാരോഹ സാമ്പ്രതം. അങ്ങേ നാട്ടിൽ അഭിഷിക്തനായി കാണുകയും കൗസല്യാദേവിയെ വണങ്ങുകയും ചെയ്ത് പിന്നെ നാട്ടിലേക്ക് പൊയ്ക്കൊള്ളാം. പ്രഭോ, ഞങ്ങൾക്ക് അതിന് അനുമതി തരുമാറാകണം. അങ്ങനെയാകട്ടെ എന്ന് രാമൻ കൽപ്പനയായി. അല്ലയോ സുഗ്രീവ, വിഭീഷണനും ഹനുമാനും വാനരനുമൊത്ത് ഇനി നീ ശീഘ്രം വിമാനത്തിൽ കയറിക്കൊള്ളൂ. തതസ്തു പുഷ്പകം ദിവ്യം സുഗ്രീവ സഹസേനയാ വിഭീഷണശ്ച സാമാത്യ സർവേ ചാരുരുഹൃദം. അതിനുശേഷം സൈനികരുമായി സുഗ്രീവനും സജീവരോടൊത്ത് വിഭീഷണനുമെല്ലാം വേഗം ദിവ്യമായ ആ പുഷ്പക വിമാനത്തിൽ കയറി. തേഷ്വാരൂഢേഷു സർവേഷു കൗബേരം പരമാസനം രാഘവേണാഭ്യനുജ്ഞാതം ഉത്പപാത വിഹായസ ബഭൗ തേന വിമാനേന ഹംസയുക്തേന ഭാസ്വത പ്രഹൃഷ്ടശ്ച തഥാ രാമം ചതുർമുഖ ഇവാപര. അവരെല്ലാം കയറിയപ്പോൾ കുബേരൻ്റെതായ ആ ശ്രേഷ്ഠവാഹനം രാഘവ അനുമതിയോടെ വിഹായസിലേക്ക് പറന്നുയർന്നു. ഉജ്ജ്വലമായ ആ വിമാനത്തിലേറി ആഹ്ലാദമാർന്ന രാമൻ അപ്പോൾ ഹംസവാഹനമേറിയ
മറ്റൊരു നാൻമുഖനെ പോലെ പ്രശോഭിച്ചു. തതോ ബഭോ ഭാസ്കരബിംബതുല്യം കുബേരയാനം തപസാനുലബ്ധം രാമേണ ശോഭാം നിതരാം പ്രപേദേ സീതാസമേതേന സഖാനുജേന. തപസാൽ ലഭിച്ച ആ കുബേരവാഹനം അന്നേരം നിനകരബിംബത്തിനൊപ്പം വിളങ്ങി. സീതാസമേതനും അനുജസഹിതനുമായ രാമന്റെ സാന്നിധ്യത്താൽ പരമശോഭയെ കൈവരിച്ചു. ഓം ഇതി ശ്രീമദധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ യുദ്ധകാണ്ഡേ ത്രയോദശ സർഗഃ. രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ.